ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും കൂപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് അല്ലേ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഞാൻ ലാസ്റ്റായിട്ട് വീഡിയോ ചെയ്തത് ഫെബ്രുവരിയിലായിരുന്നു. അതിനുശേഷം വലിയൊരു ഗ്യാപ്പ് വന്നു. ഇനി എപ്പോഴും വീഡിയോ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CSEB ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ എക്സാമിനെല്ലാം ചോദിച്ചിട്ടുള്ള 20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഇതിൽ 20 ക്വസ്റ്റ്യനും ആൻസർ നിർബന്ധമായി പഠിച്ചിരിക്കണം. കാരണം എന്താണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വീണ്ടും എക്സാമിന് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചു പോകുക എന്നതിന് പകരം ക്വസ്റ്റ്യൻ എന്താണെന്ന് കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അക്കോമഡേഷൻ ബില്ലിൽ എത്ര പാർട്ടീസ് ഉണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിൽ നമുക്ക് അറിയാവുന്നതാണ് അക്കോമഡേഷൻ ബില്ലിൽ കോമൺ ആയിട്ട് 2 പാർട്ടീസാണ് ഉള്ളത്. പക്ഷേ എന്താണ് അക്കോമഡേഷൻ ബിൽ എന്താണ് എന്നുകൂടി പഠിക്കേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് അക്കോമഡേഷൻ എന്താണ് അതിൻ്റെ മറ്റു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനും ആൻസറും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. സോ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when did Foreign Exchange Management Act came into being? ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് എപ്പോഴാണ് നിലവിൽ വരുന്നത്? ആൻസർ 1 ജൂൺ 2000. 1 ജൂൺ 2000 ഫെമ നിലവിൽ വരുന്നത്. എന്നാൽ ഇത് പാർലമെൻറ്റിൽ പാസ്സാകുന്നത് 1999 29th ഡിസംബറിലാണ് പാർലമെൻറ്റിൽ പാസ്സാകുന്നത്. ഫെമയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് നിലവിൽ വരുന്നത്? എക്സ്റ്റേണൽ ട്രേഡും പേയ്മെൻറ്റ്സും പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാനുമായിട്ടാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ ഇത് പാർലമെൻറ്റിൽ പാസ് ചെയ്ത വർഷം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അതെപ്പോഴാണ്? 1999 29th ഡിസംബറിലാണ് അത് പാസ് ചെയ്യുന്നത്. ഒരു ആക്ട് പാർലമെൻറ്റിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കില്ല. അതായത് എല്ലാവർക്കും അത് അപ്ലിക്കബിൾ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് 1999 അത് പാസ് ചെയ്തിട്ട് 2000 അത് അപ്ലിക്കബിൾ ആവുന്നത്. എല്ലാവരും ഫോളോ ചെയ്ത് തുടങ്ങുന്നത് 2000. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. A circle cooperative union is constituting under section 88 consisting of dash members. Circle cooperative union അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 88 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്നത്. ആ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ എത്ര മെമ്പേഴ്സാണ് വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് മിനിമം എത്ര മെമ്പേഴ്സ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആൻസർ എത്രയാണ്? 13 സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതിൻ്റെ. അത് മാനേജിങ് കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് വേണം? 13. എന്നാൽ ഇതിപ്പോൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ കാര്യത്തിലാണ് 13 മെമ്പേഴ്സ് വേണമെന്നുള്ളത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു മാനേജിങ് കമ്മിറ്റിയിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ 23 മെമ്പേഴ്സും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ 13 മെമ്പേഴ്സുമാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ 13, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ 23. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എവറി പ്രൊപ്പോസൽ ഫോർ അമെൻമെൻറ്റ് ടു ദി ബൈലോ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി മെയ്ഡ് ഓൺലി ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ഡാഷ് മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. ക്വസ്റ്റ്യൻ എന്താണ്? അതായത് ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ബൈലോ അമെൻമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മാനേജിങ് കമ്മിറ്റി വിളിച്ചു ചേർത്തണം. മാനേജിങ് കമ്മിറ്റി വിളിച്ചു ചേർത്തതിന് ശേഷം ആ മാനേജിങ് കമ്മിറ്റി മുമ്പാകെ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അങ്ങനെ ആ മാനേജിങ് കമ്മിറ്റിയിൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണമെങ്കിൽ ആ മാനേജിങ് കമ്മിറ്റിയിൽ മെജോറിറ്റി എത്ര മെമ്പേഴ്സാണ് പ്രസൻറ്റ് ചെയ്യപ്പെടേണ്ടത്, അവരുടെ വോട്ടിംഗ് എത്രത്തോളം രേഖപ്പെടുത്തണം എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ 2/3 മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ വോട്ടിംഗ് രേഖപ്പെടുത്തിയാൽ മാത്രമേ ഒരു ബൈലോ അമെൻമെൻറ്റ് ചെയ്യേണ്ടതിൻ്റെ റെസൊല്യൂഷൻ പാസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ദി ടൈപ്പ് റെഫേർഡ് ടു റൂൾ. ആൻസർ 15. റൂൾ 15 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ദി ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷൻ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ് റൂൾ 15 പറയുന്നത്. റൂൾ 15 ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഏതാണത്? മൾട്ടിപർപ്പസ് സൊസൈറ്റീസ് ആണല്ലേ ഏറ്റവും ലാസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അത് എപ്പോഴാണ് ആഡ് ചെയ്തത്? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് റൂൾ 15 അത് മാത്രം പഠിച്ചാൽ പോരാ.
ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിട്ടുള്ളത് മൾട്ടിപർപ്പസ് സൊസൈറ്റീസ് ആണ് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് 2012 ആഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്തിട്ട്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 9th ബിയിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 9th ബിയിൽ അമെൻമെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലാസ്റ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റി, അതായത് മൾട്ടിപർപ്പസ് സൊസൈറ്റി ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ മൾട്ടിപർപ്പസ് സൊസൈറ്റിയുടെ കാര്യം, അതുകൊണ്ടാണ് ഞാനിവിടെ എടുത്തു പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വേർ ദി പ്രസിഡന്റ് ഡിസൈഡ് ടു ടെൻഡർ റെസിഗ്നേഷൻ, ദ ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ ഷാൾ ബി പ്ലേസ്ഡ് ബിഫോർ ദി ഡാഷ് ഫോർ കൺസിഡറേഷൻ. ആൻസർ മാനേജിംഗ് കമ്മിറ്റി. ക്വസ്റ്റ്യൻ എന്താണ്? അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പ്രസിഡൻറ്റിന് റിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ മാനേജിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെയാണ് സബ്മിറ്റ് ചെയ്യപ്പെടേണ്ടത്. ആർക്ക് മുമ്പാകെയാണ്? മാനേജിംഗ് കമ്മിറ്റി. അതാണ് ക്വസ്റ്റ്യൻ. ആർക്കാണ് ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ പ്രസിഡൻറ്റ് സബ്മിറ്റ് ചെയ്യപ്പെടേണ്ടത്? ആൻസർ ആണ് മാനേജിംഗ് കമ്മിറ്റി. ഓക്കെ, ഇനി 6th ക്വസ്റ്റ്യൻ. ദ മാക്സിമം ഓഡിറ്റ് ഫീ പേബിൾ ബൈ ദി സൊസൈറ്റി ഷാൾ നോട്ട് എക്സീഡ്. ആൻസർ 1 lakh. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പേ ചെയ്യേണ്ട മാക്സിമം ഓഡിറ്റ് ഫീ എത്രയാണ്? മാക്സിമം ഓഡിറ്റ് ഫീ 1 ലക്ഷത്തിൽ കൂടാൻ പാടില്ല എന്നാണ്. എത്രയിൽ നിന്ന്, ഏത് ലിമിറ്റിൽ നിന്ന് കൂടാൻ പാടില്ല എന്നതാണ് ക്വസ്റ്റ്യൻ. മാക്സിമം 1 lakh വരെ പാടുള്ളൂ. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇപ്പോൾ CCയുടെ കാര്യത്തിലാണെങ്കിലും SCയുടെ കാര്യത്തിൽ, അതായത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് ഓഡിറ്റ് ഫീ ഇല്ല. അതുപോലെ തന്നെ ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും ആദ്യത്തെ 1 വർഷം അവർക്കും ഓഡിറ്റ് ഫീ ഇല്ല. അതുപോലെ തന്നെ CCയുനും SCയുനും ഓഡിറ്റ് ഫീ ഇല്ല. ഇവിടെ പറയുന്നത് മാക്സിമം ഓഡിറ്റ് ഫീ എത്രയെന്നതാണ്. ആൻസർ 1 lakh ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി 1954 ഓൾസോ റെക്കമെൻഡഡ് ദി ഓർഗനൈസേഷൻ ഓഫ്. ആൻസർ ലാർജ് സൈസ്ഡ്. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ARCSC അല്ലേ, അത് നിലവിൽ വന്നത് 1954 നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു റെക്കമെൻഡേഷനാണ്, അവർ റെക്കമെൻഡ് ചെയ്തതാണ് ലാർജ് സൈസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് മാത്രമല്ല, നമ്മൾ വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു AIRCSCയുടെ വേറെ കുറേ റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതൊക്കെ എക്സാമിന് റിപ്പീറ്റഡായി ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. AIRCSCയുടെ മാത്രമല്ല, ARCSCയുടെയും റെക്കമെൻഡേഷൻസ് ചോദിക്കാറുണ്ട്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഒന്ന് ലാർജ് സൈസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ റെക്കമെൻഡേഷൻ, അതുപോലെ തന്നെ SBI എപ്പോഴാണ് നിലവിൽ വന്നിട്ടുള്ളത്? 1 ജൂലൈ 1955 അല്ലേ. അപ്പോൾ ആ ഇയറും ഡേറ്റും ഡേയും ഒന്നും നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ SBI, ലാർജ് സൈസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, ക്രോപ്പ് ലോൺ സിസ്റ്റം, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, അങ്ങനെ കുറേ റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള അവരുടെ റെക്കമെൻഡേഷൻസ്. ഇതിൽ പറഞ്ഞിട്ടുള്ള ക്രോപ്പ് ലോൺ സിസ്റ്റം ഒക്കെ അവർ 1964 റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ SBIയുടെ ഫോർമേഷൻ 1 ജൂലൈ 1955, ഇതിലെ ക്രോപ്പ് ലോൺ സിസ്റ്റം 1964 ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് റൈസ് ദെയർ ക്യാപിറ്റൽ ബൈ ഇഷ്യൂയിങ്. ആൻസർ ഷെയർ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അവരുടെ ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് അവർക്ക് ആവശ്യമായ, ആ ബാങ്കിന് ആവശ്യമായ ക്യാപിറ്റൽ എങ്ങനെയാണ് റേസ് ചെയ്യപ്പെടുന്നത്? ഷെയർ ഇഷ്യൂയിങ്ങിലൂടെയാണ്. മെയിൻ സോഴ്സാണ് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള സോഴ്സാണ് ഷെയർ ഇഷ്യൂയിങ്ങിലൂടെയാണ് അവർ കൂടുതലായിട്ടും ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് മീൻസ് എ കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് അണ്ടർ സെക്ഷൻ. ആൻസർ 70A. സെക്ഷൻ 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് പറയുന്നത്. എന്താണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്? അത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് മീൻസ് എ കോർട്ട് ഫോർ ഡിസ്കസിങ് ദി നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആൻഡ് ഡിസ്പ്യൂട്ട്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൽ മെയിനായിട്ടും നോൺ മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും ഡിസ്പ്യൂട്ടൊക്കെ ആയിരിക്കും സെറ്റിൽ ചെയ്യുക. എന്നാലും മോണിറ്ററി ആയിട്ടുള്ള ഡിസ്പ്യൂട്ട് എവിടെയാണ് സെറ്റിൽ ചെയ്യുക? അല്ലെങ്കിൽ മോണിറ്ററി ആയിട്ടുള്ള ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യുന്നത് രജിസ്ട്രാറും, നോൺ മോണിറ്ററി ഐറ്റംസ് എല്ലാം ഡീൽ ചെയ്യുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടും ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ, അതായത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് നമുക്ക് വേറെ എന്തൊക്കെ പറയാൻ പറ്റും?
ഇവിടെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ പരമാധികാരി എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ്റാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷന് ആവശ്യമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലെ എംപ്ലോയീസിൻ്റെ ക്വാളിഫിക്കേഷൻസും ടേമും സാലറിയും സർവീസ് കണ്ടീഷൻസ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ ഈ കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An application for registration of a society shall be disposed by the registrar within dash days. ആൻസർ 90. അതായത് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്ട്രാർ എത്ര ദിവസത്തിനുള്ളിലാണ് ഡിസ്പോസ് ചെയ്യപ്പെടേണ്ടത്? ആൻസർ 90 days. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഷാൽ ബി മെയിൻറ്റെയിൻഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? 89 ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ 88ഉം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 89 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് മെമ്പേഴ്സ് ഷാൾ ഫ്രം ദി കോറം ഫോർ എ മീറ്റിംഗ് ഓഫ് എ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. ആൻസർ 8. അതായത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ മീറ്റിങ്ങിൽ മിനിമം എത്ര പേര് വേണം എന്നതാണ് ക്വസ്റ്റ്യൻ. അതായത് അവർക്കൊരു കോറം ഉണ്ടായിരിക്കില്ല. കോറം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. കോറം എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ടു ബി പ്രസൻറ്റ് ദി ജനറൽ ബോഡി മാനേജിങ് കമ്മിറ്റി ഓർ സബ് കമ്മിറ്റി. അതായത് ജനറൽ ബോഡി ആയാലും മാനേജിങ് കമ്മിറ്റി മീറ്റിംഗ് ആയാലും സബ് കമ്മിറ്റി മീറ്റിംഗ് ആയാലും മിനിമം എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ആണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്? അതാണ് കോറം എന്ന് പറയുന്നത്. അപ്പോൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ കാര്യത്തിൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 88 ആണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പോൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ കോറം എന്ന് പറയുന്നത് 8 ആണ്. അതായത് ആ മീറ്റിങ്ങിൽ മിനിമം 8 മെമ്പേഴ്സെങ്കിലും ഉണ്ടായിരിക്കണം. ഇപ്പോൾ സപ്പോസ് 8 മെമ്പേഴ്സിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ മീറ്റിംഗ് ഇൻവാലിഡ് ആയിട്ട് മാറും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് രജിസ്റ്റേർഡ് വിച്ച് ഹാസ് ദി ഒബ്ജക്റ്റ് ഓഫ്. ആൻസർ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏത് സെക്ഷനാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? സെക്ഷൻ 4. സെക്ഷൻ 4ൽ എന്താ പറയുന്നത്? സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. മീനിങ് എന്താണ്? ഒരു സൊസൈറ്റി എന്തിനാണ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത്? എന്തിനാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്? അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തിനാണ് നിലവിൽ വരുന്നത്? ആൻസർ എന്താണ്? പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ മാത്രമല്ല പബ്ലിക്കിൻ്റെയും എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വരുന്നത്. അത്രേ അതിൽ പറയുന്നത്. അത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 4. സെക്ഷൻ 4 മീൻസ് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The discounting charges are paid by the. Answer holder of the bill. ഡിസ്കൗണ്ടിങ് ചാർജസ് എപ്പോഴും പേ ചെയ്യുന്നത് ഹോൾഡർ തന്നെയായിരിക്കും. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ ഡിസ്കൗണ്ടിങ് ചാർജസ് പേ ചെയ്യുന്നത് ആരാണ്? ഹോൾഡറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ അക്കോമഡേഷൻ ബിൽ there are at least dash. ആൻസർ 2 parties. അക്കോമഡേഷൻ ബില്ലിൽ എത്ര പാർട്ടീസ് ഉണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. അക്കോമഡേഷൻ ബില്ലിൽ എത്ര പാർട്ടീസാണുള്ളത്? 2 parties ആണല്ലേ. ആരൊക്കെയാണ് അവർ? ഡ്രോയറും എൻഡോഴ്സറും. ഡ്രോയറിന് നമുക്ക് ആക്സെപ്റ്റർ എന്നും പറയും. പിന്നെ മറ്റൊരു പാർട്ടിയാണ് എൻഡോഴ്സർ. അങ്ങനെ 2 parties ആയിരിക്കും അക്കോമഡേഷൻ ബില്ലിൽ ഉണ്ടായിരിക്കുക. അക്കോമഡേഷൻ ബില്ലിൻ്റെ മറ്റൊരു പേരെന്തൊക്കെയാണ്? മറ്റു പേരുകൾ എന്തൊക്കെയാണ്? വൈൻ ബിൽ എന്നുണ്ട്. അതുപോലെ തന്നെ കൈറ്റ് ബില്ല്, വിൻ ബില്ല്, കൈറ്റ് ബില്ലൊക്കെ അക്കോമഡേഷൻ ബില്ലിൻ്റെ മറ്റു പേരുകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അക്കോമഡേഷൻ ബില്ല് ഈസ് എ ടൈപ്പ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഒരു ടൈപ്പാണ് അക്കോമഡേഷൻ ബില്ല് എന്ന് പറയുന്നത്. അതിൽ 2 parties ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒന്ന് ഡ്രോയറും വേറൊരാൾ എൻഡോഴ്സറും. ഇതിൽ അക്കോമഡേഷൻ ബില്ലിൽ മെയിനായിട്ട് എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ ആക്സെപ്റ്റർ ഉണ്ടായിരിക്കും, എൻഡോഴ്സർ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആക്സെപ്റ്റർ മെച്യൂരിറ്റി പീരീഡിന് മുൻപാകെ പേയ്മെൻറ്റ്സ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ലെങ്കിൽ, പേയ്മെൻറ്റ്സിൽ ഫെയിലിയർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് പേ ചെയ്യാമെന്ന് എൻഡോഴ്സർ ഉറപ്പ് നൽകുകയാണ്. ഒരു ഗ്യാരൻറ്റി ആയിട്ട് എൻഡോഴ്സർ ആക്ട് ചെയ്യപ്പെടുന്നതിനെയാണ് അക്കോമഡേഷൻ ബില്ല് എന്ന് പറയുന്നത്. ഇവിടെ ആക്സെപ്റ്റർക്കാണ് എമൗണ്ട് പേ ചെയ്യാൻ പറ്റാതായിട്ട് വരിക. ആ ടൈമിൽ എൻഡോഴ്സർ ബിൽ പേ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാരൻറ്റി ആയിട്ട് നിൽക്കും. ഇതാണ് അക്കോമഡേഷൻ ബില്ലിൽ നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ക്യാഷ് ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 1 column for amount on both side is called. ആൻസർ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്.
ഇത് നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നൊക്കെ അല്ലേ. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്, ക്യാഷ് ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി വൺ കോളം ഫോർ എമൗണ്ട് ഓൺ ബോത്ത് സൈഡ് ഈസ് കോൾഡ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അതായത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്യാഷ് ബുക്കാണ്. അതിലിപ്പോൾ ഡെബിറ്റ് സൈഡ് ആയാലും ക്രെഡിറ്റ് സൈഡ് ആയാലും എമൗണ്ടിന് വേണ്ടിയിട്ട് സിംഗിൾ കോളം മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതായത് ഡെബിറ്റ് സൈഡ് ഒരു എമൗണ്ട് കോളം ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് സൈഡ് ഒരു എമൗണ്ട് കോളം ഉണ്ടായിരിക്കും. അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? അപ്പോൾ ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ ഡേറ്റ് ഉണ്ടായിരിക്കും, റെസിപ്റ്റ്സ് ഉണ്ടായിരിക്കും, എമൗണ്ട് ഉണ്ടായിരിക്കും. ക്രെഡിറ്റ് സൈഡ് അതുപോലെ തന്നെ ഡേറ്റ്, പേയ്മെൻറ്റ്സ്, എമൗണ്ട്. അപ്പോൾ രണ്ട് സൈഡും ഓരോ എമൗണ്ട് കോളം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത എന്താണ്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. എല്ലാ ക്യാഷ് റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു? അതിൽ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ഓരോ ക്യാഷിന് വേണ്ടിയിട്ട് ഓരോ കോളം മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇത് ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Dash is the extension of profit and loss account and is prepared to show how net profit has been distributed among the partners. Answer: profit and loss appropriation account. Profit and loss appropriation account is the extension of profit and loss account and is prepared to show how net profit has been distributed among the partners. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ മെയിൻ എയിം എന്താണെന്നാണ് പറയുന്നത്. അത് അതായത് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു ദി എമൗണ്ട്സ് ഡ്യൂ ടു എമൗണ്ട്സ് ഡ്യൂ ഫ്രം പാർട്ട്നേഴ്സ്. അതായത് പാർട്ട്നേഴ്സിൽ നിന്ന് പാർട്ട്നേഴ്സിന് എങ്ങനെയൊക്കെയാണ് നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടത് എന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്ലിയർ ആയിട്ട് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ലോസ് കിട്ടും. ഇപ്പോൾ പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിലും ലോസാണ് കിട്ടുന്നതെങ്കിലും അത് അവരുടെ പാർട്ട്നേഴ്സിന് അത് എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അത് ലോസ് ആണെങ്കിൽ അത് എങ്ങനെയാണ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ പറയുന്നത്. അതായത് ട്രാൻസാക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് മെയിനായിട്ടും യൂസ് ചെയ്യപ്പെടുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, നോമിനൽ അക്കൗണ്ടാണോ റിയൽ അക്കൗണ്ടാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് ഈസ് ഷോൺ ഓൺ ദി ഡാഷ് സൈഡ്. ആൻസർ: ക്രെഡിറ്റ് സൈഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഏത് സൈഡാണ്, ഡെബിറ്റ് സൈഡാണോ ക്രെഡിറ്റ് സൈഡാണോ രേഖപ്പെടുത്തുന്നത്? ആൻസർ: ക്രെഡിറ്റ് സൈഡാണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈ രണ്ട് ക്വസ്റ്റ്യനിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്താണ് എന്നൊക്കെയാണ് മെയിനായിട്ടും ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ പറഞ്ഞു പ്രോഫിറ്റ് എവിടെയാണ് ഷോ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് എന്തൊക്കെ ഐറ്റം വരും, ഡെബിറ്റ് സൈഡ് എന്തൊക്കെ ഐറ്റം വരും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് ഇനി പറയുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡ് എന്തൊക്കെയായിരിക്കും വരിക? ഡെബിറ്റ് സൈഡ് നെറ്റ് ലോസ് ആയിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നെറ്റ് ലോസ് ആണെങ്കിൽ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടെയായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഡെബിറ്റ് സൈഡ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ടു റിസർവ്. റിസർവിലേക്ക് നമ്മളൊരു സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് മാറ്റി വയ്ക്കുമല്ലോ, ആ പ്രോഫിറ്റ് ടു റിസർവ് ഡെബിറ്റ് സൈഡാണ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സാലറി ടു പാർട്ട്നേഴ്സ്, കമ്മീഷൻ ടു പാർട്ട്നേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇത്തരം ഐറ്റമൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് രേഖപ്പെടുത്തും. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് എന്തൊക്കെയാണ്? നെറ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് രേഖപ്പെടുത്തുക. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ഐറ്റം കൂടെ നമ്മൾ അവിടെ എഴുതി വയ്ക്കും, അതായത് ഡ്രോയിങ്സ് ബൈ പാർട്ട്നേഴ്സ്. ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്താണെന്നും അതിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡ് ഏതൊക്കെ ഐറ്റമാണ് വരുന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ലയബിലിറ്റീസ് ഫോർ ബിൽ ഡിസ്കൗണ്ടഡ് ഈസ്. ആൻസർ: കണ്ടിജൻറ്റ് ലയബിലിറ്റീസ്. കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്കം ഓഫ് ആൻ അൺസെർട്ടൻ ഫ്യൂച്ചർ ഈവൻറ്റ്. ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്നത് എന്താണ്? ഔട്ട്കം ഓഫ് ആൻ അൺസെർട്ടൻ ഫ്യൂച്ചർ ഈവൻറ്റ്. ഫ്യൂച്ചർ ഈവൻറ്റിൽ, അതായത് ഫ്യൂച്ചറിൽ എന്ത് ഹാപ്പൻ ചെയ്യുന്നത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ലയബിലിറ്റീസിനെയൊക്കെയാണ് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് വരുന്നതായിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ഈവൻറ്റ്സ് ഒക്കെ ആയിരിക്കും. അത് അത്തരത്തിലുള്ള ലയബിലിറ്റീസിനെയാണ് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ലയബിലിറ്റീസ് ഫോർ ബിൽ ഡിസ്കൗണ്ടഡ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫിനിഷ്ഡ് ഗുഡ്സ് ആർ വാല്യൂഡ് ഫോർ ബാലൻസ് ഷീറ്റ് പർപ്പസ്. ആൻസർ: കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ്, വിച്ച് എവർ ഈസ് ലെസ്.
അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ നോട്ട് ചെയ്യില്ലേ, അതിൽ രേഖപ്പെടുത്തി വെക്കും. അപ്പോൾ അതെങ്ങനെയാണ് വാല്യൂ ചെയ്യപ്പെടുന്നത് ബാലൻസ് ഷീറ്റിൽ ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് അത് വർക്ക് ഇൻ പ്രോഗ്രസ് ലാസ്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റും. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് വാല്യൂ ചെയ്യപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ്? കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. അതായത് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ എത്രത്തോളം കോസ്റ്റ് ആയോ അതും, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഫിനിഷ്ഡ് ഗുഡ്സിന്, ഇതുപോലെയുള്ള ഫിനിഷ്ഡ് ഗുഡ്സിന് മാർക്കറ്റിൽ എത്ര വില വരുന്നുണ്ട്, അതിലേതാണോ കുറവ്, കോസ്റ്റ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ കുറവ്, അതിൻ്റെ ബേസിസിലായിരിക്കും ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യൂ ചെയ്യുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഇവിടെ കോസ്റ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക? അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ഫസ്റ്റ് കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ റോ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എത്രത്തോളം കോസ്റ്റ് ആയെന്ന് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. സെക്കൻഡ് വൺ പറയുന്നത് ലേബർ കോസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ലേബർ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എത്രത്തോളം ലേബേഴ്സ് വേണ്ടി വന്നു, അവരുടെ എനർജിയും അവർക്ക് കൊടുക്കുന്ന വേജസ്, അതിൻ്റെ ബേസിസിലേക്കാണ് ലേബർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. തേർഡ് വൺ എനർജി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. നാലാമത് വെയർ ഹൗസിങ് കോസ്റ്റ്, അതായത് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വെയർ ഹൗസിൽ അത് സേഫായിട്ട് വെക്കണമല്ലോ. പിന്നെ വെയർ ഹൗസിൽ അതൊക്കെ കീപ്പ് ചെയ്യാൻ കീപ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ചാർജസ്, വേജസ്, അങ്ങനെയുള്ള മെയിൻ്റനൻസ്, അതെല്ലാം എക്സ്പെൻസും കൂട്ടിയിട്ടാണ് വെയർ ഹൗസിങ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ 4 കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഏതൊക്കെയാണ്? മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, എനർജി കോസ്റ്റ്, വെയർ ഹൗസിങ് കോസ്റ്റ്. ഇനി ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ 4 കോസ്റ്റിനെയും ചേർത്തിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഒരു ടോട്ടൽ കോസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും നോക്കിയിട്ട് ഏതാണോ കുറവ് അതിൻ്റെ ബേസിസിലായിരിക്കും ഫിനിഷ്ഡ് ഗുഡ്സ് ബാലൻസ് ഷീറ്റിൽ വാല്യൂ ചെയ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.